അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 231, 232 എന്നിങ്ങനെ 2 ആയത്തുകളാണ്. വിവാഹ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ്. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ സകല പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഇനി ഞങ്ങളുടെ ജീവിതങ്ങൾ നീ ബർക്കത്തിലാക്കി തരണേ അല്ലാ, സന്തോഷത്തിലാക്കി തരണേ അല്ലാ. സ്വർഗം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാക്കി തരണേ അല്ലാ. നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണേ അല്ലാ. ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഉദവി ചെയ്യണേ അല്ലാഹുവേ. ദുനിയാവിലും ആഖിറത്തിലും നിൻ്റെ സഹായവും നിൻ്റെ കാരുണ്യവും നിൻ്റെ തിരുനോട്ടവും നിൻ്റെ കാവലും തന്ന് നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ റഹ്മാനേ. ഉപജീവനങ്ങളെല്ലാം വിശാലമാക്കി തരണേ അല്ലാ. ബർക്കത്തായ ജീവിതം നൽകണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സരിഹൂഹുന്ന ബിമഅറൂഫ്. നിങ്ങൾ സ്ത്രീകളുമായുള്ള ബന്ധം വിടുത്തി കഴിയുകയും അവർക്ക് അവരുടെ ഇദ്ദയുടെ അവധി എത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് 2 മാർഗമാണുള്ളത്. ഒന്ന്, അവരെ മടക്കിയെടുത്ത് നല്ല നിലയിൽ കൂടെ താമസിപ്പിക്കുക. അല്ലയെങ്കിൽ നല്ല നിലയിൽ അവരെ പറഞ്ഞയക്കുക, നല്ല നിലയിൽ അവരെ വിട്ടയക്കുക. തലാഖിൻ്റെ വിഷയങ്ങളാണ്. വീണ്ടും അല്ലാഹു പറയുകയാണ്, വലാ തുംസികൂഹുന്ന ദിറാറൻ ലിതഅതദൂ. അതിക്രമം പ്രവർത്തിച്ച് ഉപദ്രവിക്കുവാൻ വേണ്ടി അവരെ മടക്കിയെടുത്ത് പിടിച്ചു വയ്ക്കരുത് കേട്ടോ. ചിലർ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവരെ വീണ്ടും തിരിച്ചെടുക്കും. മനസ്സിലായില്ല? കാരണം അവരെ ഉപദ്രവിക്കാൻ വേണ്ടി. അതൊരിക്കലും പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്ന് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. വമൻ യഫ്അൽ ദാലിക ഫഖദ് ളലമ നഫ്സഹു. അള്ളാഹു പറയുകയാണ്, വമൻ യഫ്അൽ ദാലിക ഫഖദ് ളലമ നഫ്സഹു. അങ്ങനെ അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തനിക്ക് തന്നെയാണ് അവൻ ദ്രോഹം വരുത്തി വയ്ക്കുന്നത് കേട്ടോ. വലാ തത്തഖിദൂ ആയാത്തില്ലാഹി ഹുസുവാ. അല്ലാഹുവിൻ്റെ തെളിവുകളെ നിങ്ങൾ തമാശയാക്കി കളയരുത് കേട്ടോ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഇതുപോലുള്ള വിധികൾ വരുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് തള്ളിക്കളയരുത്. ഒരു തമാശ രൂപേണ കളയരുതേ എന്ന് അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. വലാ തത്തഖിദൂ ആയാത്തില്ലാഹി ഹുസുവാ. അല്ലാഹുവിൻ്റെ തെളിവുകളെ, അല്ലാഹുവിൻ്റെ നിയമത്തെ നിങ്ങൾ തമാശയാക്കി കളയരുത് കേട്ടോ. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും അല്ലാഹു പറയുകയാണ്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ എപ്പോഴും ഓർക്കണം കേട്ടോ.
ഏത് സമയത്തും ഏത് സെക്കൻഡിലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഇങ്ങനെ ഓർത്തെടുക്കണം കേട്ടോ എന്ന് അള്ളാഹു പറയുകയാണ് കേട്ടോ. വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി യഅ്ലികും ബിഹി, അപ്രകാരം തന്നെ നിങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച വേദവും അതിലെ തത്വങ്ങളും എപ്പോഴും ഓർത്തുകൊള്ളണം കേട്ടോ. വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം കേട്ടോ. വീണ്ടും അള്ളാഹു പറയുകയാണ്, വൈദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുന്ന ഫലാ തഅ്ദിലൂഹുന്ന അയൻകിഹ്ന അസ്വാജഹുന്ന ഇദാ തറാളൗ ബൈനഹും ബിൽ മഅറൂഫ്. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്ത്രീകൾക്ക് വിവാഹമോചനം നൽകുകയും അവർക്ക് തങ്ങളുടെ അവധി എത്തുകയും അഥവാ ഇദ്ദ കഴിയുകയും ചെയ്താൽ അവർ മര്യാദ അനുസരിച്ച് ആലോചിച്ച് തൃപ്തിപ്പെട്ട് തീരുമാനിക്കുന്ന പക്ഷം അവരുടെ ഭർത്താക്കന്മാരെ വിവാഹം ചെയ്യുന്നതിന് നിങ്ങൾ തടഞ്ഞു പോകരുത് കേട്ടോ. വിവാഹബന്ധം വേർപ്പെടുത്തിയ തലാക്ക് ചെയ്തതായ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ രക്ഷകർത്താക്കൾക്ക് അള്ളാഹു താക്കീത് കൊടുക്കുകയാണ് ഈ ആയത്ത്. എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുത്തി അവരുടെ ഇദ്ദയും കഴിഞ്ഞ ഒരു സ്ത്രീ, അപ്പോൾ അവർ സ്വതന്ത്രമായിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ചാൽ മര്യാദ അനുസരിച്ച് സ്വീകരിക്കാം. പ്രേമിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഒരു സ്ത്രീക്ക് വിവാഹമോചനം തലാക്ക് ചൊല്ലിയതായ ഒരു സ്ത്രീ വിവാഹബന്ധമെല്ലാം വേർപ്പെടുത്തി അവരുടെ ഇദ്ദയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് അവർക്കിഷ്ടപ്പെട്ട മര്യാദ അനുസരിച്ച് അവർക്കിഷ്ടപ്പെട്ട ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാം. എന്നിട്ട് അവരെ വിവാഹം ചെയ്തയക്കാം. അതിന് ആ രക്ഷകർത്താക്കൾ ഒരിക്കലും തടസ്സമാകരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പം ആദ്യം മാത്രമേ, മനസ്സിലായില്ലേ, നമ്മളെ മക്കളെ വിവാഹം ചെയ്യുമ്പോൾ ആദ്യത്തെ വിവാഹം നമ്മളെ രക്ഷകർത്താക്കളുടെ രീതിയിലായിരിക്കും. രണ്ടാമത് വിവാഹമൊക്കെ കഴിഞ്ഞാൽ ആ ബന്ധമൊക്കെ വേർപെടുത്തി കഴിഞ്ഞ് തലാക്കായ ഒരു പെണ്ണാണ് എങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും എല്ലാത്തിനും കഴിവുള്ള ഒരു പെണ്ണാണല്ലോ. അപ്പോൾ അവർക്ക് സ്വന്തമായി ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാം എന്നാണ് അള്ളാഹു പറയുന്നത്. അതിനെ നിങ്ങളാരും പാര വയ്ക്കരുത്, തുരങ്കം വയ്ക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് രക്ഷകർത്താക്കളോടാണ്. വീണ്ടും അള്ളാഹു പറയുകയാണ്, ذَلِكَ يُوعَظُ بِهِ مَنْ كَانَ مِنْكُمْ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഉപദേശമാണിത് കേട്ടോ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കാണ് ഈ ഉപദേശങ്ങളെല്ലാം അള്ളാഹു നൽകുന്നത്. ذَلِكُمْ أَزْكَى لَكُمْ وَأَطْهَرُ. ഇതാണ് സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വളർച്ച കൈവരുത്തി തരുന്നതും എന്ന നടപടി. എങ്ങനെ? ذَلِكُمْ أَزْكَى لَكُمْ وَأَطْهَرُ. ഇതാണ് സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വളർച്ച കൈവരുത്തി തരുന്ന നടപടിയെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങളുടെ ജീവിതത്തെ
കൂടുതൽ പരിശുദ്ധമാക്കി തീർക്കുന്നതും മനുഷ്യരുടെ വളർച്ചയ്ക്കുള്ള മാർഗങ്ങൾ അറിവുള്ളത് അല്ലാഹുവിനാണ്. നിങ്ങൾക്കോ യാതൊന്നും തന്നെ അറിവില്ലാത്തവരുമാകുന്നു കേട്ടോ. മനുഷ്യരാശിക്ക് അറിവില്ല, അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് നമ്മളെ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ആലാപനത്തിലേക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാഹ് പറയുന്നു അവൻ്റെ നിയമം, അതിനെ ഇതാ നമ്മൾ പിൻപറ്റണം. വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ നിയമം പരിശുദ്ധമായ ഖുർആനിൽ കൂടി നമ്മെ ഉണർത്തുകയാണ്. ആ നിയമങ്ങൾ നാം എല്ലാവരും പിൻപറ്റാൻ ബാധ്യസ്ഥരാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കേട്ടോ. ശപഥം ഒരിക്കലും ഇതാ ചെയ്യല്ലേ, അതിനാൽ പിടികൂടും ഇതാ അല്ലാഹു. ശപഥം ഒരിക്കലും ആരും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ശപഥം ചെയ്തു പോയാൽ അത് അല്ലാഹു പിടികൂടുക തന്നെ ചെയ്യും കേട്ടോ. അതിന് അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും കേട്ടോ. ശപഥം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇനി അവൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള ശപഥങ്ങൾ ഒരിക്കലും പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വെറുതെ പറയുന്ന ശപഥം വാക്ക് ഇതാ പൊറുക്കുന്നതാ. ചിലരോടൊക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യങ്ങൾ വരുമല്ലോ, അപ്പോൾ അതേ പെട്ടെന്ന് നമ്മളൊന്ന് പറഞ്ഞു പോകും, എന്നിട്ട് നമ്മളത് പശ്ചാത്തപിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശപഥങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്. മനസ്സും അറിഞ്ഞോണ്ട് ശപഥം ചെയ്യൽ തനിച്ച ഹറാമാണേ പാടില്ലാന്നേ. ചിലർ മനസ്സറിഞ്ഞ് ശപഥം ചെയ്യും, അതൊരിക്കലും പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരുവൻ ഇതാ ഭാര്യയും തലാഖ് ചൊല്ലി, ഒന്ന് ഇതാ ഒന്ന് ഒരേ പ്രാവശ്യം. ഇനി അങ്ങോട്ടുള്ള വരികൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണം. ഒന്നുകൂടെ ഒന്നിൽ ശ്രദ്ധിച്ച് മനസ്സിലായില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഇത് കേൾക്കണം, എങ്കിലേ നമുക്ക് മനസ്സിലാവും. ഖുർആൻ്റെ വിധിയാണ്. ഒരുവൻ ഇതാ ഭാര്യയും തലാഖ് ചൊല്ലി, ഒന്ന് ഇതാ ഒന്ന് ഒരേ പ്രാവശ്യം. ഒരു മനുഷ്യൻ വിവാഹം ചെയ്ത് അങ്ങനെ വിവാഹത്തിൻ്റെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇതാ ഭർത്താവ് അവളെ തലാഖ് ചൊല്ലുകയാണ്, ഒരു പ്രാവശ്യം തലാഖ് ചൊല്ലുകയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം തലാഖ് ചൊല്ലിയാൽ ശേഷം അവൾക്കുമേ 3 ഇദ്ദാ സമയം അതാ ഉണ്ടേ തിരിച്ചെടുക്കാൻ. ഒരേ ഒരു തലാഖേ ചൊല്ലിയുള്ളൂ, പക്ഷേ അവൾ ആ ഒരു തലാഖിൽ തന്നെ അവൾ 3 ഇദ്ദ ഇരിക്കണം, 3 ആർത്തവ ഘട്ടം അവൾക്ക് കഴിയണമെന്നാണല്ലോ നിയമം. ആ 3 ആർത്തവ ഘട്ടം കഴിയുന്നതിന് മുന്നേ ആയിട്ട് ഇവന് അവളെ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ യാതൊരുവിധ കുഴപ്പവുമില്ല, അവർക്ക് ഒന്നിച്ച് താമസിക്കാമെന്നാണ് അള്ളാഹു പറയുന്നത് കേട്ടോ. വീണ്ടും ശ്രദ്ധിക്കണം. 3 ഇതാ കഴിഞ്ഞാൽ പൊന്നേ സദയം എടുക്കാമേ കഴിയില്ലാന്നേ. ഒരേ ഒരു തലാഖ് ചൊല്ലിയുള്ളൂ എങ്കിലും 3 ഇദ്ദയുടെ സമയം കഴിഞ്ഞ 3 ആർത്തവത്തിൻ്റെ സമയം കഴിഞ്ഞാൽ, അഥവാ അവളുടെ ഇദ്ദയുടെ സമയം കഴിഞ്ഞിട്ടും യവൻ തിരിച്ചെടുത്തില്ല എങ്കിൽ ആ തലാഖ് സംഭവിച്ചു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഒരു തലാഖ് ചൊല്ലിയിട്ട് പിന്നെ 1 വർഷമൊക്കെ കഴിഞ്ഞാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ലെവലായി വീണ്ടും ഇവരെങ്ങനെ ഒന്നിച്ച് കഴിയുകയാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് 1, 2 തലാഖ് നിങ്ങൾ ചൊല്ലിക്കോ, പക്ഷേ 3 ആർത്തവത്തിൻ്റെ സമയം
അത് കഴിയുന്നതിന് മുമ്പായിട്ട് ഇവളെ തിരിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഭാര്യാഭർത്ത ബന്ധം തുടരാൻ പറ്റുകയുള്ളൂ. ആ ഇദ്ദയുടെ സമയം കഴിഞ്ഞ് 3 ആർത്തവം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവളെ തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റുകയില്ല. ആദ്യം ചൊല്ലിയ തലാക്ക് അത് സാധുവായി എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ബാക്കിയുള്ളവർ പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? 3 ഇതാ കഴിഞ്ഞാൽ പൊന്നേ സദയം എടുക്കാം കഴിയില്ലാന്നേ. ഇദ്ദയുടെ സമയം കഴിഞ്ഞാൽ 3 മെൻസസിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവളെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല കേട്ടോ. മനസ്സിലായില്ലേ? 1 തലാക്ക് ചൊല്ലിയാലും 2 തലാക്ക് ചൊല്ലിയാലും ഇദ്ദയുടെ സമയം കഴിഞ്ഞാൽ അവളെ ഇദ്ദയ്ക്ക് മുന്നേ നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷേ ഇദ്ദയുടെ സമയം കഴിഞ്ഞാൽ ആ തലാക്ക് സംഭവിച്ചു പോയി. ഇതാ 3 കഴിയും മുന്നേ തിരിച്ച് അവളെയും എടുക്കാമെന്നാ. 1 തലാക്ക് ചൊല്ലിയിട്ട് 3 ആർത്തവ സമയം തീരുന്നതിന് മുന്നേ അവളെ വേണമെങ്കിൽ നിനക്ക് തിരിച്ചെടുക്കാമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. 3 കഴിഞ്ഞു പോയാൽ, ആ ഇദ്ദയുടെ അവധി കഴിഞ്ഞു പോയാൽ പിന്നെ അവളെ തിരിച്ചെടുക്കണമെങ്കിൽ വേറെ നിയമമുണ്ട് കേട്ടോ. അത് അള്ളാഹു താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലിതാ 2 ചൊല്ലാമെന്നാ, രണ്ടും ഒരേ വിധിയ അറിഞ്ഞേക്കേ നീ. ഒരാൾ ഒരു പെണ്ണിനെ വിവാഹബന്ധം 1 പ്രാവശ്യം തലാക്ക് ചൊല്ലിയാൽ 3 മെൻസസിന് മുന്നേ അവളെ തിരിച്ചെടുക്കാം. ഇനി 3 മെൻസസിന് മുന്നേ അവളെ തിരിച്ചെടുത്ത് കുറേ നാൾ താമസിച്ച് വീണ്ടും തലാക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വന്നാൽ 1 തലാക്ക് കൂടി അവളെ ചെല്ലാം. അങ്ങനെ 2ാമത്തെ തലാക്ക് ചൊല്ലിയാലും ഇദ്ദ കഴിയുന്നതിന് മുന്നേ, അഥവാ 3 ആർത്തവം കഴിയുന്നതിന് മുന്നേ അവളെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷേ ഇദ്ദ കഴിഞ്ഞാൽ 3 ആർത്തവവും കഴിഞ്ഞു പോയാൽ പിന്നെ അവളെ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. പിന്നെ അവളെ വേണമെങ്കിൽ വേറെ നിയമമാണ് കേട്ടോ. 3 തലാക്കേയും നീയും ചൊല്ലി എന്നാലിതാ ബന്ധം ആറ്റിപ്പോയി. 3 തലാക്കും അങ്ങ് ചൊല്ലിപ്പോയാൽ പിന്നെ നിനക്ക് ഇദ്ദയുടെയൊന്നും സമയമില്ല. 3 തലാക്കും നീ ചൊല്ലിയാൽ ആ പെണ്ണിൻ്റെ ബന്ധം വേർപെട്ടു പോയി കേട്ടോ. അത് ഒറ്റയടിക്കൊന്ന് ഇരുന്ന് ചെല്ലിയാലും 3 കൂടെ ഒരുമിച്ച് ചെല്ലിയാലും ഘട്ടമായിട്ട് ചെല്ലിയാലും എങ്ങനെ ചെല്ലിയാലും 3 തലാക്ക് ചെല്ലിയോ ആ ബന്ധമേ പോയി. ഇന്ത്യൻ നിയമമല്ല നമ്മൾ അനുസരിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിൻ്റെ നിയമമാണ്, ശരീഅത്തിൻ്റെ നിയമമാണ്. ശരീഅത്തിൻ്റെ നിയമം ഇങ്ങനെയാണ്. 3 കൂടെ ഒറ്റയടിക്ക് ചെല്ലിയാലും ബന്ധം പോയി. ഖുർആനാണ് ഞാൻ പറയുന്നത്. വേണമെന്നുള്ളവർക്ക് വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഞാൻ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. 3 തലാക്കും ഘട്ടമായി ചൊല്ലി 2 തലാക്ക് ചൊല്ലിയാലും നമുക്ക് അവളുടെ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാം. പക്ഷേ 3 ചൊല്ലിയാൽ പിന്നെ ഇദ്ദ എന്നൊരു വിഷയമല്ല, അവളുടെ ബന്ധമേ തീർന്നു. ഇനി 3 കൂടെ ഘട്ടമല്ല ഒന്നിച്ച് തന്നെ ചൊല്ലിയാലും 3 ചൊല്ലിയാൽ അതോടെ ബന്ധം തീർന്ന് തലാക്ക് സംഭവിച്ചു പോയി. ഇത്രയേ ഉള്ളൂ നമുക്ക് തലാക്കിൽ മനസ്സിലാക്കാൻ. വീണ്ടും അവളെയും നിനക്ക് വേണേൽ വേറെ വിവാഹവും അവൾ ചെയ്യണം. ഇവിടെ നല്ലതുപോലെ മനസ്സിലാക്കണം. 3 തലാക്കും ഒരു പെണ്ണിനെ നമ്മൾ ചെയ്താൽ പിന്നെ അവളെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയുകയില്ല. ഇനി അങ്ങനെ അവളെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ അവൾ വേറെ ഒരു ഭർത്താവിനെ സ്വീകരിക്കണം കേട്ടോ. എന്നിട്ട് ആ ഭർത്താവ് അവളെ തലാക്ക് ചൊല്ലുകയും എന്നിട്ട് ആ തലാക്കിൻ്റെ അവധിയായ ആ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ആദ്യ ഭർത്താവിന് അവളെ സ്വീകരിക്കാൻ
കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നും പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അവനും ഇതാ അവളെ ത്വലാഖ് ചെയ്താൽ അതിലെ ഇതാ കഴിഞ്ഞാൽ പിന്നെ 3 തലാഖും ചെയ്താൽ പിന്നെ ആ ഭർത്താവ് തിരിച്ചെടുക്കണമെങ്കിൽ വേറെ ഒരാൾ അവളെ വിവാഹം ചെയ്യുകയും ആ വിവാഹം കഴിഞ്ഞ് അവളുടെ ഇദ്ദ കഴിയുകയും ചെയ്താൽ മാത്രമേ ഇവന് അവളെ ഭാര്യയാക്കാൻ കഴിയുകയുള്ളൂ. നിനക്കും അവളെയും ഭാര്യയാക്കാം. ഖുർആൻ പറഞ്ഞതാ ശറഇൻ വിധിയാ. പെണ്ണും ഇവനാലെ മുഷിഞ്ഞാൽ പൊന്നേ മഹറും കൊടുത്തിട്ട് ഒഴിവാക്കാമേ. ഇവിടെയും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഒരു ഭർത്താവിനെ കൊണ്ട് ശല്യം സഹിക്കവയ്യ. ആ പെണ്ണാകെ ബേജാറായി, ആകെ മുഷിഞ്ഞു പോയി, ആകെ ഗതികെട്ട് പോയ ഒരു പെണ്ണാണ് എങ്കിൽ ആ ഭർത്താവിനെ ഒഴിവാക്കാം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എങ്ങനെയാണ് അവനെ ഒഴിവാക്കേണ്ടതെന്നറിയുമോ? മഹറും കൊടുത്തിട്ട് ഒഴിവാക്കാമേ. മഹറും അതില്ലെങ്കിൽ അതുപോലുള്ളേ കൊടുത്ത് അവനെയും ഒഴിവാക്കാമേ. അങ്ങനെ വൃത്തികെട്ട ഒരു ഭർത്താവിനെ നമുക്ക് ഒഴിവാക്കണമെന്നൊരു പെണ്ണ് വിചാരിച്ചാൽ അവൻ നമുക്ക് വിവാഹവേളയിൽ തന്ന മഹറുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ആ മഹർ നമ്മളുടെ കയ്യിലില്ല എങ്കിൽ വേറെ അതിനെ സംബന്ധിച്ച് വരുന്നതായ എല്ലാ വിലകളും നിലകളും നോക്കി വേറെ മഹർ കൊടുത്ത് അവനെ ഒഴിവാക്കാമെന്നും പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കി തരികയാണ് കേട്ടോ. അല്ലാതെ പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, അധികാരമില്ല, സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഈ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് നോക്കണം, എങ്കിലേ അത് മനസ്സിലാവും. പെണ്ണിനൊരു ഭർത്താവിന് വേണ്ട, മുഷിഞ്ഞ് നാറി അവൻ്റെ ജീവിതം ഹറാബായി, ഇവളുടെ ജീവിതം ഹറാബായി അവനെക്കൊണ്ട്. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അവനെ നിന്ന് മേടിച്ച മഹർ, ആ മഹർ കൊടുക്കാൻ ഇല്ല എങ്കിൽ വേറെ അതിന് വിലപിടിപ്പുള്ള എന്താണോ ആ മഹർ അവൾ ഒപ്പിച്ച് ആ മഹർ കൊടുത്ത് അവനെ ഒഴിവാക്കാമെന്നാണ്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ആരെയും ഇതാ അല്ലാഹ് മുഷിപ്പിക്കില്ല. കരുണക്കടലാണ് റഹീമായോനും. ആരെയും അല്ലാഹു ബുദ്ധിമുട്ടിക്കുകയില്ല, ആരെയും അല്ലാഹു മുഷിപ്പിക്കുകയില്ല, ആരെയും അല്ലാഹു ബേജാറാക്കില്ല. കരുണക്കടനായ റബ്ബ് എല്ലാവർക്കും നീതിയാണ് ഉദ്ദേശിക്കുന്നത്. ആണിനും നീതിയാണ്, പെണ്ണിനും നീതിയാണ്. ഒരു പുരുഷനെ വേണ്ടയെങ്കിൽ അവൾ മഹർ തിരിച്ചു കൊടുത്തിട്ട് അവൾക്ക് ഒഴിവാക്കാം കേട്ടോ. പുരോഹിതന്മാർ പറയുന്നത് പോലെയല്ല, പരിശുദ്ധമായ ഖുർആനാണ് ഈ പറയുന്നത്. ഈ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് യാതൊന്നും ഞാൻ വിട്ടുപോകാതെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എങ്ങനെ വിശദീകരിക്കാമോ അങ്ങനെയൊക്കെ വിശദീകരിച്ച് നല്ല നിലയിലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉൾക്കൊള്ളാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം കേട്ടോ. ശറഇൻ്റെ വിധി ഇങ്ങനെയൊക്കെയാണ്. മൊല്ലമാരുടെ വിധിയൊന്നും എനിക്കറിയില്ല, അവർ പലതും പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ പരിശുദ്ധമായ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ യഥാവിധി സത്യം നമുക്ക് ബോധ്യപ്പെടും കേട്ടോ. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഇതായിരിക്കുന്ന സമയം പെണ്ണേ എന്താ വിശേഷം നീ പറഞ്ഞേക്കണേ. തലാഖ് ചൊല്ലിയ ഒരു പെണ്ണ് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ 3 മാസം 3 ആർത്തവത്തിൻ്റെ സമയം ഇരിക്കണമെന്നാണല്ലോ. ഈ 3 ആർത്തവത്തിലും അവൾക്ക് രക്തമാണ് പുറപ്പെടുന്നത് എങ്കിൽ ആ രക്തമാണ് പുറപ്പെട്ടത് എന്ന് അവളുടെ രക്ഷകർത്താക്കളെ അറിയിക്കേണ്ട ബാധ്യത ഈ പെണ്ണിനുണ്ട്. അതല്ല ഭർത്താവിൽ നിന്നൊരു സന്താനത്തെ
അവിടെയാണ് കിട്ടിയത് എന്ന് അവൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതും നീ രക്ഷകർത്താക്കളെ പെണ്ണ് അറിയിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതൊരിക്കലും നിങ്ങൾ മറച്ചു വയ്ക്കരുതേ എന്നുകൂടി ഖുർആൻ പറയുകയാണ്. മനസ്സിലായില്ലേ? ആർത്തവം മാത്രമേ ഉള്ളൂ, രക്തം മാത്രമേ ഉള്ളെങ്കിൽ അത് പറയാം. അതല്ല അവനിൽ നിന്നൊരു കുഞ്ഞുണ്ട് എങ്കിൽ ഗർഭിണിയാണെങ്കിൽ അതും പറയണം രക്ഷകർത്താക്കളോട് എന്നാണ്. മനസ്സിലായില്ലേ? കുട്ടിയുണ്ടെങ്കിൽ പിന്നെ വേറെ നിബന്ധനകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹു വിശദീകരിച്ച് തരുന്നത്. ബന്ധോമിതായിദ്ദേം കഴിഞ്ഞാൽ പെണ്ണേ അവൾക്കും ഇതായി ഇഷ്ടം ഒരെണ്ണം തെരഞ്ഞെടുക്കാം. ബന്ധോമിതായിദ്ദേം കഴിഞ്ഞാൽ പെണ്ണേ അവൾക്കും ഇതായി ഇഷ്ടം തെരഞ്ഞെടുക്കാം. അതിനെ ഒരിക്കലും വിലക്കല്ലെന്നാ അല്ലാഹ് പറഞ്ഞത് പിതാമാതാവോളും. ഒരു വിവാഹമോചനം ചെയ്ത സ്ത്രീ അവളുടെ ബന്ധവും തീർന്നിരിക്കുകയാണ്, അവളുടെ ഇദ്ദയുടെ കാലാവധിയും തീർന്ന പെണ്ണാണ്. അങ്ങനെയുള്ള സ്വതന്ത്രയായ ഒരു പെണ്ണിന് എന്ത് ചെയ്യാമെന്നറിയാമോ? അവൾക്കിഷ്ടപ്പെട്ട ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാൻ, അത് മര്യാദ അനുസരിച്ച് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുകയാണ് കേട്ടോ. മര്യാദ വേണം, ഇസ്ലാമിൻ്റെ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാൻ. അല്ലാതെ തോന്നിവാസം പോലെ പോയി ഏതെങ്കിലും പുരുഷനെ തിരഞ്ഞെടുക്കാനൊന്നും നോക്കില്ല. മനസ്സിലായി? അപ്പം ദീനിൻ്റെ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ അവൾക്ക് വിവാഹം ചെയ്യാം. അങ്ങനെ അവൾ ആഗ്രഹിച്ച ആ പുരുഷനെ വിവാഹം ചെയ്താൽ ഈ രക്ഷകർത്താക്കൾ എതിര് നിൽക്കാൻ പാടില്ല. അവർ പിന്നെ വേറെ ഒന്നും അല്ല ബുല്ല എന്നൊന്നും പറയാൻ പാടില്ല. അവർ അതിൻ്റെ കൂടെ ആ മകളെ കൂടെ നിൽക്കണമെന്നാണ് പിതാക്കളോടും മാതാക്കളോടും രക്ഷകർത്താക്കളോടും അള്ളാഹു പറയും. എല്ലാം അറിഞ്ഞാകെ പ്രവർത്തിക്കുവാൻ സദയം കനിവും നീ അറിവും തായേ. എല്ലാം അറിഞ്ഞാകെ പ്രവർത്തിക്കുവാൻ സദയം കനിവും നീ അറിവും തായേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.